കേന്ദ്ര ഗവൺമെന്റ് UPA ഗവൺമെന്റ് പാസാക്കിയ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതി അനുസരിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യ ലഭ്യത കുറവ് വരുന്നു എന്ന് വന്നാൽ 68%, അതായത് താഴെ തട്ടിലുള്ള 68% ജനങ്ങൾക്ക് അതായത് ഭക്ഷ്യധാന്യങ്ങൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യ എണ്ണ, ആട്ട ഇത്രയും സാധനങ്ങൾ കൊടുക്കണമെന്നുള്ളത് ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ ഒന്നായി തീർന്നതാണ് ഭക്ഷണം. അതിനാണ് ഇത്രയും കാര്യം. അപ്പോൾ ഇങ്ങനെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ധാന്യങ്ങളും, അതായത് അരി, ഗോതമ്പ്, ആട്ട, പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഉഴുന്നുപരിപ്പ് അടക്കമുള്ള പയറുവർഗ്ഗങ്ങൾ, അതായത് പിന്നെ അതുകൂടാതെ ഭക്ഷ്യ എണ്ണകൾ, ഈ സാധനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം ഇട്ടല്ല ഇത് വാങ്ങുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമപ്രകാരം കൊടുക്കുന്നു. അത് വാങ്ങി കിറ്റിലാക്കി കൊടുത്തു എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ചെലവ്. എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുഴുവനും നിങ്ങൾക്ക് തന്ന ഇൻക്ലൂസീവ്നെസ്, നിങ്ങളെ സർവാശ്ലേഷിയായ ഞങ്ങളുടെ ഈ നടപടി കാരണം കൊണ്ടാണ് കോവിഡിൽ നിന്ന് നിങ്ങൾ ആരോഗ്യത്തോടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനം അത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ സത്യസന്ധത ഇവിടെ പറഞ്ഞാൽ, അതായത് എനിക്ക് തോന്നുന്നത് BJP-ക്കാർ പറയാത്തത് ഈ നിയമം പാസാക്കിയത് UPA ഗവൺമെന്റ്. അപ്പൊ UPAക്ക് ഇതിന്റെ ഗുണം പോകുന്നു വിചാരിച്ചു. കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല. അവർ പറയാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയത് കാരണം ഇതിന്റെ ക്രെഡിറ്റ് BJP-ക്ക് പോകണ്ട എന്ന് വിചാരിച്ചായിരിക്കും. പക്ഷെ സത്യം ഇതാണ്. സത്യത്തിൽ ഇതിന്റെ ചെലവുകളിലെ വലിയ സിംഹഭാഗവും കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഇതാ കുട്ടനാട്ടില് പിന്നെ കർഷകര് അവരുടെ നെല്ല് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നു, പ്രൊക്യൂർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതായത് 1987 കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് പ്രോഗ്രാം. അതായത് അല്ലാതെ പ്രൊക്യൂർമെന്റ് പ്രോഗ്രാം 1987 കൊണ്ടുവന്നു. 2097 ഈ നിയമം കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിലുള്ള പ്രൊക്യൂർമെന്റ് കാര്യമായിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് മറ്റേ പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, വെസ്റ്റേൺ UP ഈ സംസ്ഥാനങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കാര്യമായിട്ട് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല എന്ന് പാർലമെന്റിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് ആക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് പാസ്സാക്കുന്നത്. അതനുസരിച്ച് ഏത് സംസ്ഥാന ഗവൺമെന്റിനും പ്രൊക്യൂർമെന്റ് ലിസ്റ്റിൽപ്പെട്ട അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാം. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന്, അതായത് സ്വാമിനാഥൻ കമ്മീഷൻ 23 ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ പറഞ്ഞതിന് കേരളത്തിൽ നിന്നുള്ള 2 എണ്ണേ ഉള്ളൂ. ഒന്ന് കൊപ്രയും ഒന്ന് അരിയുമാണ്. അപ്പൊ ഈ 2 ഉൽപ്പന്നങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യാം. കേന്ദ്രം അനുവദിച്ച ലെവലിലുള്ള പ്രൊക്യൂർമെന്റ് പ്രൈസ്, സപ്പോർട്ട് പ്രൈസ് കേന്ദ്രം കൊടുക്കും. ബാക്കി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനം കൊടുക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഇത് യഥാർത്ഥ സ്ഥിതി ആയിരിക്കെ എന്തുകൊണ്ട് ഇവരെ പ്രൊക്യൂർ ചെയ്യുന്നില്ല? കേന്ദ്രം നിശ്ചയിച്ച തരത്തിൽ പ്രൊക്യൂർ ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എന്തുകൊണ്ട് പ്രൊക്യൂർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിൽ നിന്ന് മുതലെടുക്കുകയാണ്. ധനസ്ഥിതിയെ പറ്റി പച്ചക്കള്ളം. റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി 1700 കോടി പിന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടി, അതുപോലെ ജർമ്മനിയിൽ നിന്ന് കിട്ടി. അങ്ങനെ പല തലങ്ങളിൽ നിന്നും നമുക്ക് പിന്നെ ഈ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലേക്ക് വേണ്ടി ആ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കിട്ടി. പിന്നെ വയനാട് പാക്കേജ് ഒന്നും ചെലവാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ പ്രചരണാർത്ഥം ചെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന 7000 കോടിയുടെ ഒരു പാക്കേജ്. മിനിഞ്ഞാന്ന് 15,000 കോടിയുടെ പാക്കേജ്. അതായത് പ്രളയം കഴിഞ്ഞിട്ട് 3ാമത്തെ വർഷമായിട്ട് ഇതുവരെ വേണ്ടതൊന്നും ചെയ്തില്ല. റീബിൽഡ് കേരളയുടെ എന്താ പറയുക, കുറേ പദ്ധതികളുടെ മാർഗരേഖകൾ ഉണ്ടാക്കിയതല്ലാതെ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിനൊക്കെ സമാഹരിച്ച ഫണ്ട് എവിടെ പോയി? ആ ഫണ്ട് മുഴുവനും പിന്നെ ഗവൺമെന്റിന്റെ ദൂരത്തിനും പരസ്യത്തിനും മറ്റതുപോലുള്ള അതായത് കൺസൾട്ടൻസികൾക്ക് തന്നെ
എല്ലാത്തിനും കൺസൾട്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, മിടുക്കരെയാണ് ഈ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇനിയും വേണം നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങിൽ വിട്ടാൽ മതി. അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ആ ട്രെയിനിങ് കൊടുത്താൽ മതി. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൽ തന്നെയുണ്ട്. അതിനു പകരം അവരെ ഡീമോറലൈസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺസൾട്ടൻസി വെക്കുക. എന്തിനാണ് ഇങ്ങനെ കൺസൾട്ടൻസി വെക്കുന്നത്? കൺസൾട്ടൻസി വെച്ചാൽ മാത്രമേ കോൺട്രാക്റ്റുകൾ ഊരാളുകൾ സൊസൈറ്റിക്ക് കൊടുക്കുകയും അവനവന്റെ ആൾക്കാർക്ക് ആവശ്യപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് വേണ്ടത്ര രീതിയിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് പറയുക, ഭവന നിർമ്മാണ പദ്ധതികളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്പ്രിംഗ്ലർ കരാറിന്റെ എല്ലാത്തിലും നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ഈ കൺസൾട്ടൻസികളെ വെക്കുക, ഇങ്ങനെ പല രീതികളിലും സെക്രട്ടേറിയറ്റിൽ. എന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥർക്ക് ആർക്കും എതിർപ്പില്ല. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ട് അവരും നമ്മളെ പോലെ, അതായത് ക്ഷേമം ഉള്ളവരായി ജീവിക്കുന്നു, ക്ഷേമം നമ്മൾ അവരുമായി പങ്കിടുന്നു, അവർ നമ്മളുമായി പങ്കിടുന്നു എന്നൊരവസ്ഥയിൽ മാത്രമേ ഒരു ജനത്തിനും ഒരു ഗവൺമെന്റിനും മുൻപോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ജനം തിരിയും. അത് ബോൾഷെവിക് റവല്യൂഷൻ കാലത്ത് ഇവർ കണ്ടതാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കണ്ടതാണ്. ലോകത്തെവിടെയും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ദുർവഹമായ രീതിയിൽ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ജനം ഭരണകൂടങ്ങൾക്കെതിരായി തിരിയുന്നത്. ആ തിരിച്ചിലാണ് ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അടി തൊട്ട് മുടി വരെ പിന്നെ കറപ്ഷനില്, അതായത് കറപ്ഷനിൽ മുങ്ങിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്നിട്ടും ജനങ്ങളോട് ഞങ്ങൾ കണ്ണൽ അല്ലാത്തതെല്ലാം പൊന്നാക്കി എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കള്ളം ഇവിടുത്തെ ജനം മനസ്സിലാക്കും. എങ്കിൽ മാത്രമേ കേരളത്തിലെ ജനം പ്രബുദ്ധ ജനതയാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ പോലുള്ള പറ്റും. അത് മാത്രവുമല്ല, ഞാൻ കേരളത്തിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു